നെക്സ്റ്റ് വൺ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്താണെന്നാണ്. ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പുൽമേടുകൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് വനമേഖലയിലുള്ള എക്കോസിസ്റ്റം, വന ആവാസ വ്യവസ്ഥ എന്ന് പറയും. ഇത് ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ പുൽമേടുകളുടെ ആവാസ വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഓവർ 1/4 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് ബൈ ഗ്രാസ് ലാൻഡ്. അപ്പോൾ നമുക്കറിയാം ഭൂമിയുടെ 4/1 ഭാഗം എന്താണ്? ഗ്രാസ് ലാൻഡാണ്. ഗ്രാസ് ലാൻഡിൻ ഫൗണ്ട് എവറി കോണ്ടിനെൻറ്റ് എക്സെപ്റ്റ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലില്ല. ആൻഡ് ദേ മേക്കപ്പ് മോസ്റ്റ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഏഷ്യ. അപ്പോൾ മെയിനായിട്ട് എന്താണ്? പിന്നെ അന്റാർട്ടിക്കയിലില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കോണ്ടിനെൻറ്റും ഉള്ളതാണ് എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡ് ഉണ്ട്. പ്രിൻസിപ്പൽ ഗ്രാസ് ലാൻഡ് ഇൻക്ലൂഡ് പ്രയറീസ് ഓഫ് കാനഡ. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാണുന്ന ഈ പുൽച്ചെടികൾ, കുറ്റിച്ചെടികൾ, അങ്ങനെയല്ലേ? അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാസ് ലാൻഡാണ് പ്രയറീസിൽ കാനഡയിലെ പ്രയറീസ് എന്ന് പറയുന്നത്. അതുപോലെ പമ്പാസ് ഓഫ് സൗത്ത് അമേരിക്ക, സ്റ്റെപ്പസ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. അതായത് ഓരോ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡിൻ്റെ പേരുകളാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊക്കവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വളർച്ചയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് കാനഡയിലെ പ്രയറീസ്, പമ്പാസ് ഓഫ് സൗത്ത് അമേരിക്ക, സ്റ്റെപ്പസ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ, വെൽഡറ്റ്സ് ഓഫ് ആഫ്രിക്ക ആൻഡ് ടുസോക്സ് ഓഫ് ഓസ്ട്രേലിയ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കുറ്റിച്ചെടികളെയാണ് നമ്മൾ പറയുന്നത്. ഗ്രാസ് ലാൻഡ് കവർ ഏരിയാസ് വെയർ റെയിൻഫാൾ ഈസ് യൂഷ്വലി ലോ. റെയിൻഫോള് വളരെ കുറവ്, അതായത് മഴ വളരെ കുറവുള്ള സ്ഥലങ്ങളിലും സോയിലിൻ്റെ ക്വാളിറ്റി പുവറായ സ്ഥലങ്ങളിലുമാണ് ഈ ഗ്രാസ് ലാൻഡ് ഉണ്ടാകുന്നത്. അറിയാമല്ലോ, കാരണം മഴ കൂടുതലുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള മരങ്ങൾ വളർന്നു വരും, അല്ലേ? അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സോയിലാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള വലിയ മരങ്ങളായിരിക്കും വളർന്നു വരുന്നത്. ഈ കുറ്റിച്ചെടികൾ അങ്ങനെ വളർന്നു വരില്ല. അതാണ് പറയുന്നത് ഗ്രാസ് ലാൻഡ് കവർ ഏരിയാസ് വെയർ റെയിൻഫോൾ ഈസ് ലോ ആൻഡ് സോയിൽ ഡെപ്ത് ആൻഡ് ക്വാളിറ്റി ഈസ് പുവർ. സോയിലിൻ്റെ ഡെപ്തും ക്വാളിറ്റിയും വളരെ പുവറായിരിക്കും. ദ ലോ റെയിൻഫോൾ പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ലാർജ് നമ്പർ ഓഫ് ട്രീസ് ആൻഡ് ഷ്രബ്സ് ബട്ട് ഈ സഫീഷ്യൻറ്റ് ടു സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ഗ്രാസ് ലാൻഡ്. അപ്പം ലോ റെയിൻഫോൾ, അതായത് മഴ കുറച്ചേ കിട്ടുന്നത് കൊണ്ട് അവിടെ ട്രീസ് ഒന്നും വളർന്നു വരില്ല. അത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഈ കുറ്റിച്ചെടികൾ വളർന്നു വരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഗ്രാസസ്, ഹെർബ്സ് ആൻഡ് സെവറൽ സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ഹാവ് ഇവോൾവ്ഡ് സോ ദാറ്റ് ദേ ആർ അഡോപ്റ്റഡ് ദീസ് ഓപ്പൺ വൈഡ് ഗ്രാസ് കവേർഡ് ഏരിയ. അതായത് ഈ ഓപ്പൺ ഗ്രാസ് കവേർഡ് ഏരിയ എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വ്യാപിച്ച് കിടക്കുവാണ്, അല്ലേ? ഗ്രാസസും ഹെർബ്സും ആൻഡ് സെവറൽ സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സിൻ്റെ തന്നെ, ഷഡ്പദങ്ങളുടെ തന്നെ പല തരത്തിലുള്ളത്, പിന്നെ അതുപോലെ തന്നെ ബേർഡ്സ്, മാമൽസ്, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ച് നടക്കുകയാണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഗ്രാസ് ലാൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാസ് ലാൻഡ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിൻ്റെയും പൊക്കവും അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ട്രക്ചറും അനുസരിച്ച് പല രീതിയിലുണ്ട്. നോക്കിക്കേ, ഷോല ഗ്രാസ് ലാൻഡ്, ഹിൽ സ്റ്റോപ്പുകളിലുള്ളതിന് ഷോല ഗ്രാസ് ലാൻഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ ഹൈ കോൾഡ് ഹിമാലയൻ പാസ്റ്റേഴ്സ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലുള്ളതിനെ ഓരോ പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് മെയിനായിട്ട് നെക്സ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിൽ ഫസ്റ്റ് വൺ അബയോട്ടിക് കമ്പോണൻ്റ് ആണ്. അറിയാം, അബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പോൾ ആ മണ്ണിലും അതുപോലെ തന്നെ ഈ ഗ്രാസ് ലാൻഡിലും അടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷ്യൻസിനെയാണ് ഇവിടെ പറയുന്നത്. ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എക്സെട്ര ആർ സപ്ലൈഡ് ബൈ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ആർ പ്രസൻറ്റ് ഇൻ ദ സോയിൽ ഓഫ് ദ ഏരിയ ആൻഡ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അബയോട്ടിക് കമ്പോണൻ്റ് ഏതാണ്? ആ ഏരിയയിലെ മണ്ണിൽ നിലനിൽക്കുന്ന ന്യൂട്രീഷ്യൻസും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഓക്സിജനും ആ എൻവയോൺമെൻറ്റിലുള്ള ഈ സംഭവങ്ങൾ. മനസ്സിലായി? ആ എൻവയോൺമെൻറ്റിലും ആ സ്ഥലത്ത് നിലനിൽക്കുന്ന ഈ ഗ്രാസ് ലാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന അറ്റ്മോസ്ഫിയറിലുള്ളതും സോയിലുള്ളതുമായ ന്യൂട്രീഷ്യൻസ്, അതാണ് ഏതിൽ വരുന്നത്? അബയോട്ടിക് കമ്പോണൻറ്റിൽ വരുന്നത്. ഇനി ബയോട്ടിക് കമ്പോണൻറ്റ് നോക്കിക്കേ, നമ്മൾ നേരത്തെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൊഡ്യൂസർ ഓർഗാനിസം ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഓർഗാനിസം ഉണ്ട്, ഡീകോമ്പോസേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ പ്രൊഡ്യൂസർ ആരായിരിക്കും? നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പ്രൊഡ്യൂസർ ആരായിരുന്നു? ട്രീസ്, വലിയ വലിയ ട്രീസൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഫോറസ്റ്റിൽ എന്തില്ല? കുറ്റിച്ചെടികൾ കാണില്ല, അല്ലേ? ഫോറസ്റ്റിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റവും ഫോറസ്റ്റ് എക്കോസിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഫോറസ്റ്റിൽ ഒരിക്കലും എന്തുണ്ടാവില്ല?
ഉണ്ടാവില്ല, കുറ്റിച്ചെടികൾ ഉണ്ടാവില്ല, അവിടെ വലിയ വലിയ മരങ്ങളായിരിക്കും അല്ലേ. അവിടെ റെയിൻഫോൾ കൂടുതലായതുകൊണ്ടാണ് വലിയ വലിയ മരങ്ങൾ ഉണ്ടാവുന്നത്, സോയിലിൻ്റെ ക്വാളിറ്റി കൂടുതലായതുകൊണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം അവിടെ റെയിൻഫോൾ കുറവാണ്, സോയിലിൻ്റെ ക്വാളിറ്റി കുറവാണ്, അതുകൊണ്ട് എന്താണ് കുറ്റിച്ചെടികളായിരിക്കും വളർന്നു വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം പ്രൊഡ്യൂസർ ഓർഗാനിസം ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ പ്രൊഡ്യൂസർ ആസ് മെയിൻലി ഗ്രാസസ്. പ്രൊഡ്യൂസർ ആരാണ്? ഗ്രാസസ് ആണ്. ദോ എ ഫ്യൂ ഫോപ്സ് ആൻഡ് ഷ്രബ്സ് ആൾസോ കോൺട്രിബ്യൂട്ട് ടു പ്രൈമറി പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ്. അതായത് ചെറിയ രീതിയിലുള്ള കുറ്റിച്ചെടികളും ഈ പറഞ്ഞ പോലെ പുല്ലുകളുമാണ് മെയിനായിട്ട് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ഓർഗാനിസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി കൺസ്യൂമർ ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമർ ഉണ്ട്, ടെറിട്ടറി കൺസ്യൂമർ ഉണ്ട്. പ്രൈമറി കൺസ്യൂമർ ആരായിരിക്കും? പ്രൈമറി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബിവേഴ്സ് ആണ്. ഹൂ കൺസ്യൂം ആരെ? പ്രൊഡ്യൂസർ ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ഹെർബിവേഴ്സ് ഫീഡിങ് ഡയറക്ട്ലി ഓൺ ഗ്രാസ്. ഗ്രാസസിനെ നേരിട്ട് കഴിക്കുന്ന ഹെർബിവേഴ്സ്, സസ്യഫുക്കുകൾ. കൗസ് ഉണ്ട്, ബൊഫല്ലോ, ഷീപ്പ്, ഗോട്ട്, ഡിയർ, റാബിറ്റ് എക്സെട്ര. ബിസൈഡ്സ് ദം ന്യൂമറസ് സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സ്, ടെർമൈറ്റ്സ് എക്സെട്ര ആൾസോ പ്രസൻറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൂ കൺസ്യൂം പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഹൂ കൺസ്യൂം ഗ്രാസസ്. അത് ഏതൊക്കെ നമുക്കറിയാം. ഈ മേഞ്ഞ് നടക്കുന്ന കൗ, ബഫല്ലോ, ഷീപ്പ്, അതൊക്കെയാണ് ഏതിൽ വരുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സിൽ വരുന്നത്. ഇനി സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിരുന്നൊക്കെ കാർണിവേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആർ കാർണിവേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ആരെ കഴിക്കുന്നതാണ്? പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നതാണ്. ദേ ഇൻക്ലൂഡ് അനിമൽസ് ലൈക്ക് ഫ്രോഗ്, സ്നേക്സ്, അതൊക്കെയാണ്. മനസ്സിലായല്ലോ. ഫ്രോഗും സ്നേക്സും കുഞ്ഞു കുഞ്ഞ് സെക്കൻഡറി കൺസ്യൂമേഴ്സാണ്. ഇനി വലിയ കൺസ്യൂമേഴ്സ് ഹെർബിവേഴ്സ് നമ്മൾ ടെറിട്ടറി കൺസ്യൂമേഴ്സ് ഇൻക്ലൂഡ് ഹോക്സ് എക്സെട്ര വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നതാണ് ടെറിട്ടറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകോമ്പോസേഴ്സ് ആണ്. ഡീകോമ്പോസേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാപ്ട്രോട്രോഫിക് ഓർഗാനിസം, അതായത് ഈ ബാക്ടീരിയ പോലുള്ള ഓർഗാനിസം ദാറ്റ് ആർ ആക്റ്റീവ് ഇൻ ദ ഡീകോമ്പോസിഷൻ ഓഫ് ഡെഡ് ഓർ ഡീക്കേഡ് ഓർഗാനിക് മാറ്റർ. നമ്മൾ ആദ്യം പറഞ്ഞ എക്കോസിസ്റ്റത്തിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രൈമറി കൺസ്യൂമേഴ്സും ഉണ്ട്, പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഉണ്ട്, ഡീകോമ്പോസേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ പ്രൊഡ്യൂസ് ദ ഫുഡ്, അല്ലെങ്കിൽ ഹൂ പ്രൊഡ്യൂസ് എനർജി, അല്ലെങ്കിൽ ഹൂ പ്രൊഡ്യൂസ് ബയോമാസ്. സെക്കൻഡ് ഉണ്ടെന്ന് കൺസ്യൂമർ ഓർഗാനിസത്തിൽ വരുന്നതിൽ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിട്ടറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമർ ആരൊക്കെയാണ്? പ്രൈമറി കൺസ്യൂമർ ഹൂ ഫീഡ് ഓൺ ആര്? പ്രൊഡ്യൂസേഴ്സ്. ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഹൂ ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ്, ടെറിട്ടറി കൺസ്യൂമേഴ്സ് ഹൂ ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ ഡീകോമ്പോസേഴ്സ്. ഡീകോമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ടെറിട്ടറി കൺസ്യൂമേഴ്സിനെയും സെക്കൻഡറി കൺസ്യൂമേഴ്സിനെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ ഡീകോമ്പോസ് ചെയ്യുന്ന, അല്ലേ, ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മണ്ണിലോട്ട് അലിയിച്ച് ചേർക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീകോമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.